ഹലോ, എല്ലാവർക്കും മൂകാംബിക വ്ളോഗിലേക്ക് സ്വാഗതം. ആക്ച്വലി നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് പോണത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വൈകുന്നേരം ഒരു 6:50 ട്രെയിൻ ഉണ്ട്. പഞ്ചഗംഗ എന്നാണ് ട്രെയിനിൻ്റെ പേര്. സോ ബാംഗ്ലൂരിൽ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും എളുപ്പവും സുഖം പോകാൻ ഈ ട്രെയിനിനാണ്. അത് ആക്ച്വലി എത്തുന്നത് നമ്മൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനാണ്. ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളങ്ങനെ ഭയങ്കര അഡ്വാൻസ്ഡ് ഒന്നുമല്ല, ചെറുതാണ്. സോ അവിടുന്ന് നമ്മൾ ഓംനിയിലാണ് പോയത്. ഓംനി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തു. 900 ആണ് ഓംനിക്ക്. ഈ ഒരു 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ ബൈന്ദൂർ കൊല്ലൂർ വരെ പോകാൻ വേണ്ടി. എന്നുവെച്ചാൽ മൂകാംബിക അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നന്ദനം റെസിഡൻസി എന്നാണ് അതിൻ്റെ പേര്. സോ അവിടേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടം വരെ 900 റുപ്പീസാണ് ആയത്. അപ്പോൾ നമ്മൾ 5-6 പേരുണ്ടാവുകൊണ്ട് അത് കുറച്ചും കൂടെ സുഖം ഉണ്ടായിരുന്നു നമ്മളങ്ങനെ പോകാനായിട്ട്. അവിടെ ആണെങ്കിലും റൂമാണെങ്കിലും നല്ല റൂമാണ്. നമ്മൾ 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റൂമിന് 1200 ആയിരുന്നു. അത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നല്ല റൂമാണ്. നല്ല പുറത്തേക്കൊക്കെ നല്ല വ്യൂ ഉണ്ട്. ബാൽക്കണി സെറ്റപ്പൊക്കെ ഉണ്ട്. ആക്ച്വലി ഫസ്റ്റ് ഡേ നമ്മൾ പോയത് നെക്സ്റ്റ് ഡേ മുതൽ സ്കൂൾ ക്ലോസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ എമൗണ്ട് കൂടും. നെക്സ്റ്റ് ഡേ മുതൽ 2000 ആണ്. അല്ലാത്ത ഈ ഒരു ഓഫ് സീസൺ ആണെങ്കിൽ 1200. അപ്പോൾ ഫസ്റ്റ് ഡേ 1200, നെക്സ്റ്റ് ഡേ 2000 കൊടുത്തിട്ടാണ് നമ്മൾ നിന്നത് കേട്ടോ. പക്ഷെ ആ റൂം എല്ലാ രീതിയിലും നല്ലതാണ്. പിന്നെ ഡച്ച് റൂമിൽ വന്നതിന് ശേഷം അവളുടെ കുറച്ച് കണ്ണാടി കാണിക്കുന്ന കുറച്ച് ഡാൻസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഒരു 7:00 ആകുമ്പോഴത്തേനും നമ്മൾ റൂമിലെത്തി. 10:30 ആകുമ്പോഴത്തേനും നമ്മൾ അമ്പലത്തേക്ക് പോയി. അമ്പലത്തിൽ ഉച്ചപൂജയുടെ സമയമാണ്. പിന്നെ 10:30 ശേഷം ഒരു 11 മണി 1:30 വരെ ഉച്ചപൂജയാണ്. സോ ഉച്ചപൂജ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ലക്ഷ്മി ദേവിയുടെയാണ് പ്രതിഷ്ഠ. പിന്നെ നമ്മളിവിടെ കാണുന്ന പോലെ ഗണപതി ടെമ്പിൾ ഉണ്ട്, തൊട്ടടുത്ത് തന്നെയാണ്. ആ ഗണപതി അമ്പലത്തിൽ നിന്ന് ആദ്യം പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ മൂകാംബിക ദേവിയുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. സോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പുറത്ത് മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പാടുള്ളൂ. ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് ഫോണൊന്നും കയറ്റാൻ പാടില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് കൂടെയുള്ള നമ്മൾ കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. നെയ്വിളക്കാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴിപാട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ തിരുമധുരം ഉണ്ട്, അതും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴിപാടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ പ്രസാദമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും കുറച്ച് നേരം അമ്പലത്തിൽ നല്ല ഒരു ഭയങ്കര വെയിലൊക്കെ ഉണ്ടെങ്കിലും ഒരു നല്ലൊരു വൈബായിരുന്നു. സോ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അന്നദാനത്തിൻ്റെ സമയമായി. അപ്പോൾ നമ്മളവിടെ ഒട്ടും റഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയി അന്നദാനത്തിന് വേണ്ടിയിട്ട്. നല്ല ഫുഡായിരുന്നു. റൈസും ചെറിയൊരു സൈഡ് ഡിഷ്, ബീട്രൂട്ടിന് ഒരു സൈഡ് ഡിഷും ഉണ്ടായിരുന്നു. പിന്നെ പായസം ഇതായിരുന്നു ഫുഡ്, മോരും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. കാരണം ഈവനിങ് പിന്നെ വരാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ അമ്പലം അടയ്ക്കും. 3:30 അമ്പലം തുറക്കുകയുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് പുറത്ത് കൂടെ കുട്ടി കടകളൊക്കെ ഉണ്ട്. സോ അവിടെ കൂടെ ദിവസം നടന്ന് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ വെക്കാനുള്ളൊരു സ്ഥലമാണ്. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പ് അവിടെ എടുത്ത് വെക്കുമത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ മൊത്തം ക്യൂവിൽ നിൽക്കുന്ന സമയമാണ്. പക്ഷേ നമ്മളന്ന് പോയ ദിവസം റഷ് ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് തന്നെ തൊഴുത് പോരാൻ പറ്റി. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റൂം നന്ദനം റെസിഡൻസി. പിന്നെ നമ്മൾ വൈകുന്നേരം അത്താഴ പൂജ എന്നാണ് പറയുക. അതോടെ പാർവതി ദേവിയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോണത്. സോ അവിടെ ആ സമയത്തും അതുപോലെ തന്നെ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. സോ അപ്പോഴും നമ്മൾ സുഖമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. ഇവിടെ 3 നേരം 3 ഭഗവതിമാരാന്നാണ് പറയുക. രാവിലെ സരസ്വതി, ഉച്ചയ്ക്ക് ലക്ഷ്മി, രാത്രി പാർവതി എന്നാണ്. സോ ഇവിടെ അതുപോലെ തന്നെ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മളെല്ലാവരും ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രാത്രി ഉള്ളത് കഷായ തീർത്ഥം എന്ന് പറയും. അത് കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് പല എഡ്യൂക്കേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പം നല്ല ക്യൂ ആയിരുന്നു. സോ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. സോ ആ ഒരു സമയത്ത് നമ്മൾ അതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട്. കാരണം അത് നമ്മൾ നേരത്തെ പോയാലും 9:30 ലാസ്റ്റ് ആ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. സോ അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. സോ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ അവിടെ ഒരു ചേച്ചി ഡാൻസിൻ്റെ ഒക്കെ നമ്മൾ പറയുന്നത് അവിടെ എല്ലാം എഴുത്തിനെഴുത്ത് അതുപോലെ ഡാൻസ് എല്ലാം അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. പിന്നെ നമ്മൾ രാത്രി റൂമിലേക്ക് പോന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ സെയിം നിർമ്മാലം തൊഴുക എന്ന് പറയും. നിർമ്മാലം എന്ന് പറഞ്ഞാൽ 6:30 പൂജ തുടങ്ങുകയുള്ളൂ. സോ നമ്മൾ റെഡി ആയിട്ട് പിന്നെ അമ്പലത്തിൽ പോന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലച്ചുവിനെ എഴുത്തിനിരുത്തുക. നമ്മൾ ഓൾറെഡി എഴുത്തിനിരുത്തിയിട്ടുണ്ടായിരുന്നു നാട്ടിൽ. പക്ഷെ ഇവിടെയും കൂടെ ഞാൻ എഴുത്തിനിരുത്താന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മളിവിടെ എഴുത്തിനിരുത്തി അച്ഛൻ്റെ മടിയിലിരുന്ന് എഴുതി. അതുപോലെ തന്നെ അവരത് മാത്രമല്ല കേട്ടോ, ABCD 1 2 3 അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അച്ഛന് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവളത് എഴുതി അച്ഛൻ്റെ മടിയിലിരുന്നിട്ട്. സോ അതാണ് ആ വീഡിയോസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സരസ്വതി മണ്ഡപമാണ്. സോ അവിടെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടാം, ഡാൻസ് കളിക്കാൻ ഭഗവതിന് മുന്നിൽ ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം. പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ജസ്റ്റ് ഞാൻ ആ ഒരു ഫ്രണ്ട് വ്യൂവും ഇതെല്ലാം
ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാണ്. ഒരു വല്ലാത്തൊരു ഡിവൈൻ ഫീൽ എന്ന് പറയാം. അതാരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും പോയവർക്കൊക്കെ നമുക്കത് അറിയുന്ന കാര്യമാണ്. 3 ഭഗവതിമാല രാവിലെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മഴയും കൂടെ ഉണ്ടായിരുന്നു. അതൊരു രസമായിരുന്നു, മഴയ്ക്കൊരു രസവും പിന്നെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞൊരു വല്ലാത്തൊരു ഭയങ്കര ഒരു ഫീലാണത്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സോ അതിനുശേഷം നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അമ്പലത്തിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് ജസ്റ്റ് ഇത് കാണിച്ചിരുന്നല്ലോ, അത് രഥമാണ്. പിന്നെ ഇതാണ് കാണുന്നത് രഥം. അപ്പോൾ അവിടെ വെച്ചിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ ക്യൂ ആണ്. സോ അവിടെ നമ്മൾ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ. ഒരു വല്ലാത്തൊരു ഫീലാണ് അത്, ഡിവൈൻ പീസ്, ഹാപ്പിനെസ്, എന്താ പറയുക, വേറെ എല്ലാം വല്ലാത്തൊരു സന്തോഷം ഒരു ഇതാണ്. സോ എന്തായാലും പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോവുക, ഭഗവതിനെ കാണാൻ പ്രാർത്ഥിക്കുക. അതിന് ശേഷം അവിടെ 3 നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ കുടജാദ്രി പോകാമെന്ന് വിചാരിച്ചു. കുടജാദ്രിയിൽ നിന്ന് ഇവിടെ നിന്ന് തൊട്ട് അമ്പലത്തിന് കുറച്ച് ഫ്രണ്ടിൽ നിന്ന് തന്നെ ജീപ്പ് ഉണ്ടാവുമെന്ന് പറയുന്നു. സോ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് കുടജാദ്രി പോകാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ കുടജാദ്രിയുടെ വീഡിയോസ് നെക്സ്റ്റ് ഇടാം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.